എന്താച്ചി? ആരാ ഫോണിൽ വിളിച്ച? എന്താ എന്തു ആന്റി? റവന്യൂ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് സുകുമാരനാ വിളിച്ചത്. ഇത്ര നാളും എനിക്ക് വേണ്ടി ചന്ദ്രന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് തടഞ്ഞു വെച്ചിരുന്നതായിരുന്നു. അത് കിട്ടില്ലാന്ന് തന്നെയാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടെന്താ ഇപ്പൊ കിട്ടിയോ? കിട്ടും. ഹെഡ് ഓഫീസിൽ നിന്ന് റീജിയണൽ ഓഫീസിലേക്ക് ഓർഡർ വന്നു. മുൻകാല പ്രാബല്യത്തോടെ PF-ഉം ഗ്രാറ്റുവിറ്റിയും അടക്കം സകല ബെനിഫിറ്റ്സും അരിയർ അടക്കം അനുവദിച്ചു. അപ്പൊ നല്ലൊരു തുക ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. അബദ്ധമായിപ്പോയി. ആ കാശും വാങ്ങിച്ചെടുത്തിട്ട് ഇറക്കി വിട്ടാ മതിയായിരുന്നു ചന്ദ്രനെ. ഇനിയൊന്ന് അടുത്ത് നോക്കിയാ വാങ്ങിച്ചെടുക്കാൻ വല്ല മാർഗമുണ്ടോ? പൊട്ടന ചിലപ്പോ അങ്ങ് അടുത്തേക്കും. ആ കാശെടുത്ത ആഘോഷമായിട്ട് അഖിലയുടെ കല്യാണം നടത്താനായിരിക്കും സാധ്യത. അങ്ങനെ സംഭവിക്കരുത്. ആ പണം ഏത് വിധേനയും എന്റെ കയ്യിലെത്തണം. അതിനുള്ള വഴി ആലോചിക്കേണ്ടത്. നിയമപരമായിട്ട് ഇപ്പോഴും അങ്ങേരുടെ ഭാര്യ ചേച്ചിയല്ലേ? ആ കാശ് വേണമെന്നൊരു കേസങ്ങ് കൊടുക്കണം. മണ്ടത്തരം പറയാതെ മഹേന്ദ്ര. ചന്ദ്രസേനൻ ജീവിച്ചിരിക്കുമ്പോ അയാളുടെ പണത്തിന് അയാൾക്ക് മാത്രമാണ് അവകാശം. ചന്ദ്രസേനൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രമേ എനിക്കതിന് അവകാശമുള്ളൂ. അല്ല ആന്റി എന്താ ഉദ്ദേശിക്കുന്നേ? ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും പറയാൻ പറ്റുമോ? ചിലത് പ്രവർത്തിച്ചു കാണിച്ചാലേ മനസ്സിലാവൂ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എന്താ ആന്റിയുടെ മനസ്സിൽ? ആ സംസാരത്തില് എന്തൊരു കുഴപ്പം തോന്നുന്നുണ്ട്. മനസ്സിലായില്ലേ? അളിയൻ ജീവിച്ചിരിക്കുമ്പോ ആ പണം അളിയന്റെയാണ്. പക്ഷെ അളിയൻ മരിച്ച ചേച്ചി ആ പണത്തിന് അവകാശിയാവുമെന്ന്. എന്നുവെച്ചാ എന്താ? ചന്ദ്രസേനൻ മരിച്ചാലേ കാശ് നമ്മളെ കൈ വരുമെന്ന്. പക്ഷെ മരിച്ചില്ലല്ലോ. നടക്കുന്നു. ഇപ്പം മരിച്ചിട്ടില്ല, പക്ഷെ ഇനി മരിക്കാമല്ലോ. കൊല്ലാനോ? വെറുതെ അല്ലല്ലോ, ഒരു നല്ല കാര്യത്തിനല്ലേ. നീ വന്നേ. എന്താ? നിങ്ങളിതെങ്ങോട്ട് വന്നു? ഇപ്പൊ വരാം, ഒരു മിനിറ്റ്. ഇവർക്ക് ഭ്രാന്താടി. ചുമ്മാ ആളെ കൊല്ലുക. ഇതെന്താ വെള്ളരിക്ക പട്ടണോ? ദേ, ഇവരുടെ വാക്കും കേട്ട് ഓരോന്നിനും ഇറങ്ങി പുറപ്പെട്ടാലേ അഴിയണ്ണേണ്ടത് നമ്മളായിരിക്കും. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട, നമുക്ക് സ്ഥലം വാ. കഷ്ടം. പേടിക്കതാ സുമേഷ്. എന്തെങ്കിലും കാണാതെ ആന്റി അങ്ങോട്ട് പറയില്ല. ആരെന്ത് വേണമെങ്കിലും കാണുകയോ ചെയ്യുകയോ ചെയ്യട്ടെ, നമ്മൾ ഈ കളിയിലില്ല. വ്യാജരേഖ ഉണ്ടാക്കുന്നത് പോലെ കുട്ടിക്കളിയല്ല ആളെ കൊല്ലുന്നത്. ഷടാ, വാശിമൂത്ത ഇങ്ങനെയുണ്ടോ? വാശിയുള്ളവരങ്ങനെയാ. സുമേഷിന് അതൊന്നും അറിയില്ലല്ലോ. ദേ, ആണുങ്ങളായ കുറച്ച് വാശി ധൈര്യമൊക്കെ വേണം. ഇതൊരുമാതിരി അഴകുഴമ്പ രീതിയല്ലേ സുമേഷിൻ്റെത്? അത് ഞാൻ അങ്ങ് സഹിച്ചു. എനിക്ക് ചെറുപ്പോ, പിന്നെ ജീവിതത്തില് ഒരാഗ്രഹവും സാധിച്ചിട്ടുമില്ല. അതിനിടയിൽ ജയിലിൽ പോയാൽ എനിക്ക് മനസ്സില്ല. നീ വരാ ഇങ്ങോട്ട് വന്നേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.